രാജ്യതലസ്ഥാനത്ത് ബി.ജെ.പി. ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു. കഴിഞ്ഞ ദിവസം 3 എ.എ.പി. കൗൺസിലർമാർ മറുകണ്ഠം ചാടിയതോടെയാണ് ബി.ജെ.പിക്ക് വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നത്. 3 കൗൺസിലർമാർ വന്നതോടെ 250 അംഗ എം.സി.ഡിയിൽ എ.എ.പിക്ക് 114 സീറ്റുകളും കോൺഗ്രസിന് 8 സീറ്റുകളും മാത്രമുള്ളപ്പോൾ ബി.ജെ.പിയുടെ അംഗബലം 116 ഉയർന്നു. ആൻഡ്രൂസ് ഗഞ്ചിൽ നിന്നുള്ള അനിത ബസോയ, ഹരിനഗറിൽ നിന്നുള്ള നിഖിൽ ചപ്രാന, ആർ.കെ. പുരത്ത് നിന്നുള്ള ധർമ്മവീർ സിംഗ് എന്നിവരാണ് ബി.ജെ.പിയിൽ ചേർന്ന 3 ആം ആദ്മി പാർട്ടി കൗൺസിലർമാർ. ഡൽഹിയിൽ ട്രിപ്പിൾ എഞ്ചിൻ ഭരണം ഉടൻ ഉണ്ടാകുമെന്ന് ഡൽഹി ബി.ജെ.പി. അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ ഇതിന് പിന്നാലെ പറയുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 3 പാർട്ടികളിൽ നിന്നുള്ള 22 കൗൺസിലർമാരിൽ 11 പേർ വിജയിച്ചിരുന്നു. അതിൽ ബി.ജെ.പി. കൗൺസിലർമാർ 8 സീറ്റുകളും എ.എ.പി. 3 സീറ്റുകളും നേടി. എം.പി. ആയി തിരഞ്ഞെടുക്കപ്പെട്ട കമൽജിത്ത് സെഹ്രാവത്ത് ഉൾപ്പെടെ 12 ഒഴിവുകളാണ് എം.സി.ഡിയിൽ നിലവിലുള്ളത്. ജനുവരി 28-ന് എ.എ.പി. കൗൺസിലർ ബി.ജെ.പിയിലേക്ക് കൂറുമാറിയതോടെയാണ് ഡൽഹിയിലെ പ്രാദേശിക രാഷ്ട്രീയ രംഗം ഒന്നാകെ മാറിയത്. ഇതോടെ പാർട്ടിയുടെ അംഗബലം 113 മാറിയിരുന്നു. ഇതിനു പിന്നാലെയുണ്ടായ പുതിയ സംഭവ വികാസത്തിൽ ബി.ജെ.പിയുടെ അംഗബലം 116 ഉയർന്നു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നിയമപ്രകാരം മേയർ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് ആവശ്യമില്ലെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ സ്ഥാനങ്ങൾ നികത്തപ്പെടാതെ തുടർന്നാൽ മേയർ സ്ഥാനം ബി.ജെ.പിക്ക് ലഭിക്കാനുള്ള സാധ്യത ഉയരുകയാണ് ചെയ്യുക. വർഷം തോറും ഏപ്രിലിൽ നടക്കുന്ന പുതിയ സെഷന്റെ ആദ്യ മീറ്റിംഗിൽ മേയർ തിരഞ്ഞെടുപ്പ് നടക്കാറാണ് പതിവ്. ഈ വർഷം തസ്തികയ്ക്ക് സംവരണ മാനദണ്ഡങ്ങളൊന്നും ബാധകമല്ല. ഇവിടെയും ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ രാജ്യതലസ്ഥാനം ഒന്നാകെ അവരുടെ കയ്യിലാവുന്ന സാഹചര്യം എ.എ.പിയെ ഉൾപ്പെടെ വല്ലാതെ ആശങ്കയിലാക്കുന്നുണ്ട്. ഫെബ്രുവരി ആദ്യവാരം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2 വട്ടം അധികാരത്തിൽ ഇരുന്ന എ.എ.പിയെ മലർത്തിയടിച്ചുകൊണ്ടാണ് ബി.ജെ.പി. ഡൽഹിയിൽ ഭരണം പിടിച്ചെടുത്തത്. ആകെയുള്ള 70 സീറ്റിൽ 40 എണ്ണവും നേടിയായിരുന്നു അവരുടെ മുന്നേറ്റം. 27 വർഷത്തിന് ശേഷമാണ് ബി.ജെ.പി. ഡൽഹിയിൽ അധികാരം നേടുന്നത്. കേന്ദ്രത്തിലും നിയമസഭയിലും ഇപ്പോഴിതാ എം.സി.ഡിയിലും മുന്നേറ്റം തുടർന്നതോടെ ബി.ജെ.പിയുടെ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ മോഹത്തിലേക്ക് അടുക്കുകയാണ്. അതേസമയം തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഡൽഹിയിൽ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ബി.ജെ.പി. ഇതുവരെ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനത്തിന് പോകുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിലും ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് രാജ്യതലസ്ഥാനത്ത് 2 ഉപമുഖ്യമന്ത്രിമാരെ കൂടി നിയമിക്കാൻ ബി.ജെ.പി. ആലോചിക്കുന്നുവെന്ന സൂചനകളും പുറത്തുവരുന്നത്. വൈവിധ്യമാർന്ന സമുദായങ്ങളെ പ്രതിനിധീകരിച്ച് ഡൽഹിയെ ഒരു മിനി ഇന്ത്യയായി പ്രദർശിപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്.